പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം കണ്ട് എഴുന്നേൽക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചല്ലോ. അതിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഏവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം മത്തായി 15-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാപകത്തിനെതിരെ സാത്താൻ്റെ ആക്രമണം, അഥവാ ദൈവ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള സാത്താൻ്റെ ആക്രമണം. നമുക്കറിയാം, ഇന്ന് ദൈവ കൽപ്പനയ്ക്ക് മുഖ്യ പ്രാധാന്യം കൊടുക്കാതെ മാനുഷികമായ കൽപ്പനകളെ എഴുതി പഠിപ്പിച്ച് മനുഷ്യരെയും കൊണ്ട് എന്തു ചെയ്യുന്നു? ആ മാനുഷികമായ കൽപ്പനകളെ അനുസരിപ്പിച്ചുകൊണ്ട് സാത്താൻ തൻ്റെ തന്ത്രങ്ങളിൽ വിജയം നേടുകയാണ്. അതായത് ദൈവകൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുപ്പിക്കാതെ സാത്താൻ മനുഷ്യരെ തൻ്റെ കയ്യിൽ എടുത്ത് ദൈവകൽപ്പനയ്ക്ക് വിരോധമായി മാനുഷിക കൽപ്പനകൾ എഴുതിച്ച് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യരെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായം കാണുന്നുണ്ട്. ആ തന്ത്രത്തിൽ ഏകദേശം സാത്താൻ വിജയിക്കുന്നു. പക്ഷേങ്കിൽ അന്ത്യ വിജയം കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. ഇവിടെ നാം വായിച്ച വേദവാക്യ പ്രകാരമാണ്: മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മെ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ദൈവത്തെ വ്യർത്ഥമായി ഭജിക്കുന്നുവെന്ന് സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഈ ജനം അടുത്ത് വന്ന് വായ് കൊണ്ടും അവരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കി മാനുഷകൽപ്പനയാത്രേ. അപ്പൊ ദൈവത്തോടുള്ള ഭക്തിയെ അവരെ മാറ്റിവെച്ചിട്ട് മാനുഷികമായ കൽപ്പനകളെ അവയെ ഉപദേശിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും അനുസരിപ്പിച്ചുകൊണ്ടും എന്ത് ചെയ്യുന്നു? ദൈവത്തെ വ്യർത്ഥമായി എന്ത് ചെയ്യുന്നു? ഭജിക്കുന്നു. സ്തോത്രം. പലയിടത്തും കാണുന്ന ഒരു സമ്പ്രദായമാണ് ഇത്. അവിടെ ഹൃദയങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റി വച്ചിരിക്കുകയാണ്. സ്തോത്രം. മർക്കോസ് 7-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിലും ഇപ്രകാരം വായിക്കുന്നു: മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിച്ചുകൊണ്ട് എന്നെ എന്ത് ചെയ്യുന്നു? വ്യർത്ഥമായി ഭജിക്കുന്നു. ദൈവത്തെ എന്ത് ചെയ്യുന്നു? വ്യർത്ഥമായി ഭജിക്കുന്നു. ആ ആരാധന കൊണ്ടോ ആ ഉപദേശം കൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന കൽപ്പനകളാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, സകലതും മാറിപ്പോയാലും കർത്താവിൻ്റെ അതേ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ എന്തില്ല? വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല എന്ന്. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല
എൻ്റെ കൽപ്പന പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എൻ്റെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൽ ആരാണ് പ്രവേശിക്കുന്നത്? സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന. സ്തോത്രം. ആമേ. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു, 1 വാക്യം, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇപ്പോൾ പലയിടത്തും അടയാളങ്ങള്, അത്ഭുതങ്ങള്, വീര്യപ്രവൃത്തികളൊക്കെയും പ്രസംഗിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷെങ്കില് ഇതിൻ്റെയൊക്കെയും ഒരു അവസാനം വരും. അതേ ഭാവി കാലത്ത് എന്ത് ചെയ്യുന്നു? ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം എന്ത് ചെയ്യും? വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് എന്ത് ചെയ്യുന്നു? ആത്മാവ് വ്യക്തമായിട്ടും പറയുന്നു എന്ന് ഇവിടെ പറയുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തില് അതിൻ്റെ 18-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോടാരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തുമെന്ന്. സ്തോത്രം. അതേ, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് എന്തില്ല? വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. അതേ, മോശ 40 ദിവസം 2 പ്രാവശ്യം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ നിന്ന് യഹോവയായ ദൈവം തൻ്റെ കൈവിരൽ കൊണ്ട് എഴുതി കൊടുത്ത കൽപ്പനയാണ് 10 കൽപ്പന. ആ 10 കൽപ്പനയ്ക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ മാറ്റുവാനല്ല, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനുഷിക കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവകൽപ്പനകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. നേരെ മറിച്ച് മാനുഷികമായ കൽപ്പനകളെ അത് പഠിപ്പിക്കുന്നവർക്കും ഉപദേശിക്കുന്നവർക്കും അത് അനുസരിക്കുന്നവർക്കും നിത്യ അഗ്നിയായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകല്ല. അതേ, സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുവാൻ സമയം അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും അതേ കർത്താവിന് വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ രക്ഷ സ്വീകരിച്ച് ദൈവ കൽപ്പന അനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്ന് പകൽക്കാലം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവ കൽപ്പനകൾ അനുസരിച്ച് അതേപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ജീവിക്കുവാൻ വേണ്ടുന്ന ദൈവകൃപകൾ കർത്താവെ കേൾവിക്കാരായ എല്ലാവർക്കും കൊടുത്തങ്ങ് സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ തന്നെയുമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. ആമേൻ.